മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കാരുണ്യം കിട്ടുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന വ്യക്തിയാണോ എന്ന് ചിന്തിച്ചാൽ മതി. മറ്റുള്ളവർക്കൊരു ഉയർച്ച കാണുമ്പോഴേക്കും ഞാനിങ്ങനെ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ, അവനും ഒരു മനുഷ്യനാണെന്ന ചിന്ത എനിക്കില്ലാതെ വരുന്നുവെങ്കിൽ, എൻ്റെ മരുമോള് നന്നായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഒന്ന് അഭിനന്ദിക്കാതിരിക്കുന്ന അമ്മായിമ്മയാണെങ്കിൽ, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കി സ്നേഹിക്കാനുള്ളൊരു മനോഭാവമില്ലെങ്കിൽ, ഭർത്താവ് ഇത്ര അധ്വാനിച്ച് വരുമ്പോഴും എപ്പോഴും ഇങ്ങനെ പിറുപിറുപിറുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയാണെങ്കിൽ, എപ്പോഴും കുറ്റം മാത്രം കാണുന്ന ഭർത്താവാണെങ്കിൽ, നമ്മളൊക്കെ കൈശോഷിച്ച വ്യക്തിയായിട്ട് മാറുകയല്ലേ? അതുപോലെ മനസ്സ് ശോഷിച്ച വ്യക്തിയായിട്ട് മാറുകയല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കാം. കരുണയില്ലായ്മ, ആർക്കും കാരുണ്യം കൊടുക്കാതിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ ഒരു നന്മ ചെയ്യാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് ആ നന്മയെ അങ്ങോട്ട് ഇല്ലാതാക്കും. നമ്മൾ എല്ലാ സ്ഥലങ്ങളിലുള്ളതാ. എന്തെങ്കിലും ചാരിറ്റി ചെയ്യാൻ പോകുന്ന, ആ വ്യക്തി എന്തൊക്കെ ചെയ്യണേ, എന്താഘോഷമായിട്ടാ കല്യാണം നടത്തിയെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ഇല്ലാതെയാക്കും. നമ്മുടെ നാവ് അങ്ങനെയാണ്. അപ്പോഴേക്കും നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞ്, അവരും മനുഷ്യരല്ലേ, അവർക്കും എന്തേ ആഘോഷങ്ങൾ പാടില്ലേ, അവർക്കും എന്തേ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലേ, പാവപ്പെട്ടവനാണെന്ന് വിചാരിച്ച് കീറിപ്പറഞ്ഞ വസ്ത്രവും അതുപോലെ തന്നെ ചെറിയ പാത്രത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. നമ്മൾ ചിന്തിച്ചു നോക്കി. നമ്മളൊക്കെ ഇങ്ങനെയാ. എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിമർശനങ്ങൾ പറഞ്ഞ് ആ നന്മകൾ അങ്ങോട്ട് ഇല്ലാതാക്കും. അല്ലെങ്കിൽ ആ വ്യക്തികളുടെ മനസ്സിന്റെ നന്മയെ നമ്മൾ അങ്ങോട്ട് ഇല്ലാതാക്കും. ഒരു കൂട്ടായ്മയുടെ നന്മയെ നമ്മൾ ഇല്ലാതാക്കും. അങ്ങനെ നമ്മൾ ഒരു ശോഷിച്ച മനസ്സുമായിട്ടാണ് ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കി. എത്ര പേരുടെ മനസ്സ് നമ്മളിങ്ങനെ വിമർശിച്ച് വേദനിപ്പിച്ച് നമ്മൾ ഇല്ലാതാക്കണം. അതുപോലെ ഞാൻ മാത്രം ഒന്നാമതെത്തണം, എൻ്റെ ക്ലാസ്സിൽ ആരും ഒന്നാം സ്ഥാനത്തേക്ക് വരരുത്, അവൻ എങ്ങനെയെങ്കിലും തകർക്കണം. അതുപോലെ അതിൻ്റെ അയൽവക്കക്കാരെങ്കിലും ഉയർന്നു വന്നു കഴിഞ്ഞാൽ, അവൻ്റെ പേര് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ നശിപ്പിക്കാം എന്ന ചിന്ത. അതിനുശേഷം കടത്തിണ്ണകളിലോ അല്ലെങ്കിലോ നമ്മൾ ആയിരിക്കുന്ന കൂട്ടായ്മയിൽ പോയി നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, ഗണത്തിലോ അല്ലെങ്കിൽ സ്ത്രീ ശക്തികളോ അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കൂട്ടായ്മകളിൽ നമ്മളില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഈ നശിപ്പിക്കാൻ നോക്കും. അവരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഈ കുർബാന കഴിഞ്ഞ് നമ്മൾ ഫോൺ വിളിച്ച്, എടി അറിഞ്ഞില്ലേ, എടാ നീ അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ അധികാരികളോട് പറഞ്ഞ് നശിപ്പിക്കാൻ നോക്കും. നമ്മൾ ചിന്തിച്ചു നോക്കി. എൻ്റെ മനസ്സ് ശോഷിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എൻ്റെ മനസ്സ് ശോഷിച്ചു പോയത് കൊണ്ട് എന്നെ ഓർത്ത് ദൈവം വേദനിക്കുന്നു.